നമസ്കാരം. ബോഗൻവില്ല പ്ലാന്റ്സിന് മഴക്കാലം പൊതുവെ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള ഒരു സമയമാണ്, പ്രത്യേകിച്ച് പോട്ടഡ് ആയിട്ടുള്ള ബോഗൻവില്ല പ്ലാന്റ്സിന്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വെല്ലുവിളികളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. മഴക്കാലത്ത് പൊതുവെ ബോഗൻവില്ല പ്ലാന്റ്സിന്റെ വളർച്ച നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്ലാന്റ്സിന്റെ ഇടയിലുള്ള എയർ സർക്കുലേഷൻ കുറയുന്നതായിട്ടും അതുമൂലം ഫംഗൽ ബാധകളും മറ്റുള്ള പെസ്റ്റുകളുടെ അറ്റാക്സും കൂടുന്നതായിട്ട് കാണാം. ഇത് ഒഴിവാക്കാൻ പ്ലാന്റ്സിന്റെ ഉണങ്ങിയ കമ്പുകളെല്ലാം നമ്മൾ നീക്കം ചെയ്ത ശേഷം അതിന്റെ എല്ലാ ബ്രാഞ്ചസും നമുക്ക് ലൈറ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുറിപ്പാടുകളിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ആന്റി ഫംഗൽ പൗഡേഴ്സ് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഹൈബ്രിഡ് വെറൈറ്റി ബോഗൻവില്ല പ്ലാന്റ്സിനെ എല്ലാം നമ്മൾ മഴ അധികം നനയാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. മഴക്കാലത്ത് പൊതുവെ ഫെർട്ടിലൈസേഷൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നമ്മുടെ ബോഗൻവില്ല പ്ലാന്റ്സ് മഴക്കാലത്ത് വളരെ സേഫ് ആയി തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. ഇനി മറ്റൊരു ഗാർഡനിങ് വിശേഷവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. ഓക്കെ, ബൈ.